കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി തൻ്റെ പാർട്ടിയെ ബി.ജെ.പിയുമായി സഖ്യം ചേരാൻ കൃത്യമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബി.ജെ.പിയിലെ സംസ്ഥാന നേതാക്കളെ കാണുകയും പിന്നീട് ദേശീയ നേതാക്കളുമായി ആശയവിനിമയം കൃത്യമായി നടത്തുകയും വളരെ വൈകാതെ തന്നെ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയാകാനുള്ള തയ്യാറെടുപ്പിലും തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികളാകും എന്നുള്ള സൂചനയാണ് ഇതോടെ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്ത് ഇനി മുന്നോട്ട് നിൽക്കാൻ കഴിയില്ല. കേന്ദ്രത്തിൽ അധികാരത്തിൻ്റെ ഭാഗമായാൽ മാത്രമേ ഇനി കേരള കോൺഗ്രസ് എമ്മിന് രക്ഷയുള്ളൂ എന്ന രീതിയിലാണ് കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താൻ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കൂട്ടാൻ PC ജോർജിനെയും മകനെയും അവരോടൊപ്പം കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. രാഷ്ട്രീയപരമായി PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും ജോസ് കെ മാണിയുമായി ഭിന്നാഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നിഗമനത്തിലേക്ക് ജോസ് കെ മാണി എത്തിച്ചേരാനുള്ള പ്രധാന കാരണം, ഒന്നാമത്, ഇടതുപക്ഷത്ത് നിന്നാൽ ഇനി ജോസ് കെ മാണിക്ക് പാലായിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ജോസ് കെ മാണിക്ക് MLA ആകാൻ ഇനി കഴിയില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത് ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നേടിയെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. മാത്രമല്ല, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിയില്ല. അതിന് പകരമായി ബി.ജെ.പിയുടെ സഹായത്തോടു കൂടി രാഷ്ട്രീയപരമായി മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ജയിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം നടത്താൻ വേണ്ടിയുള്ള പ്ലാനിലാണ് അദ്ദേഹം എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. റിപ്പോർട്ടുകൾ വ്യക്തമാകുമ്പോൾ ജോസ് കെ മാണി വലിയ കളികളാണ് രാഷ്ട്രീയത്തിൽ കളിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് ജോസഫ് വിഭാഗത്തിൻ്റെ ശ്രമം. ജോസ് കെ മാണി മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളെ പറ്റിക്കുന്നു, അവരെ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണവുമായി മോൻസ് ജോസഫ് രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ കപട മുഖമാണ് ഇതോടുകൂടി അഴിഞ്ഞു വീഴുന്നത് എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. റോഷി അഗസ്റ്റിനാകട്ടെ UDFുമായി സഖ്യം ചേരാൻ ആലോചിക്കുന്ന ഒരു വേളയിലാണ്. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ അടിച്ച് പിരിഞ്ഞു എന്ന വാർത്തകൾ പല തരത്തിലായി വരുന്ന സാഹചര്യത്തിൽ അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നിഗമനം വരുന്നത്. തീർച്ചയായും കോൺഗ്രസ് ഈ കാര്യത്തെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. ജോസ് കെ മാണി ആദ്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അങ്ങനെ 2 തവണ കോട്ടയം MP ആയി. KM മാണിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ തരത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്തു. എന്നിട്ട് അവസാനം KM മാണി ഞങ്ങളെ ചതിച്ചു. എന്നിട്ട് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിച്ചു. സ്വാഭാവികമായി ഇടതുപക്ഷത്ത് ചേരുക എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ B ടീം ആവുക എന്നത് തന്നെയാണല്ലോ എന്ന പരിഹാസ രൂപേണയുള്ള കളിയാക്കാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏതായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടി എന്നുള്ളതല്ല പ്രധാനം, അധികാരമാണ് മുഖ്യം. അധികാരത്തിന് വേണ്ടി എന്ത് രാഷ്ട്രീയ വിട്ടുവീഴ്ച ചെയ്യാനും ഏത് രാഷ്ട്രീയ കളി ചെയ്യാനും ഒരു മടിയും കൂടാത്ത വ്യക്തി തന്നെയാണെന്ന് നിരവധി തവണയായി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം.